കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ ശസ്ത്രക്രിയ മുടങ്ങിയതിൽ തനിക്ക് വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും ഡോക്ടർ ഹാരിസ് മറുപടി നൽകി. സർവീസ് ചട്ടലംഘനത്തിന് ക്ഷമാപണവും ഡോക്ടർ നടത്തി. അതിനിടെ ഡോക്ടർ കെ.വി. വിശ്വനാഥന് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറായി സ്ഥിര നിയമനം നൽകി ഉത്തരവിറക്കി. വിദഗ്ധ സമിതി റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ തള്ളിയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകിയത്. ശസ്ത്രക്രിയയ്ക്കായുള്ള പ്രോബ് ഇല്ലെന്ന് പറഞ്ഞതിന്റെ പിറ്റേന്ന് അതേ ഉപകരണം ഉപയോഗിച്ച് ശസ്ത്രക്രിയ നടന്നിരുന്നു. എന്നാൽ അത് ഡോക്ടർ PR സാജു സ്വന്തം പണം ഉപയോഗിച്ച് വാങ്ങിയതെന്നാണ് ഹാരിസിന്റെ വിശദീകരണം. ഉപകരണം ലഭ്യമല്ലെന്ന് സൂപ്രണ്ടിനെയും പ്രിൻസിപ്പലിനെയും 2 കത്തിലൂടെ അറിയിച്ചിരുന്നു. തെറ്റായ വിവരം പ്രചരിപ്പിച്ച് സർക്കാരിനെ അപകീർത്തിപ്പെടുത്തിയെന്ന കുറ്റവും ഹാരിസ് നിഷേധിച്ചു. സർവീസ് ചട്ടലംഘനം നടത്തിയതിന് നോട്ടീസിൽ ക്ഷമാപണവും നടത്തി. അതിനിടെ ഡോക്ടർ കെ.വി. വിശ്വനാഥന് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറായി സ്ഥിര നിയമനം നൽകി സർക്കാർ ഉത്തരവിറക്കി. ഹാരിസ് വിഷയത്തിൽ വാർത്താസമ്മേളനം നടത്തിയ പ്രിൻസിപ്പലിനും സൂപ്രണ്ടിനും ഫോണിലൂടെ വിശ്വനാഥൻ നിർദ്ദേശം നൽകിയത് വിവാദമായിരുന്നു. സീനിയോറിറ്റി മറികടന്നാണ് വിശ്വനാഥന് DME സ്ഥാനം നൽകിയതെന്ന് ആക്ഷേപം നേരത്തെ ഉയർന്നിരുന്നു. എന്നാൽ ചട്ടം പാലിച്ചാണ് നിയമനമെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. മീഡിയ 1 തിരുവനന്തപുരം.